അടിപൊളി കിട്ടില്ല. ഇപ്രാവശ്യത്തെ ശിങ്കാരിമേളം തകർത്ത്. എങ്ങനെ തകർക്കായിരിക്കും? ഞാനല്ലേ സെക്രട്ടറി. സ്ത്രീകളുടെ താലിപ്പൊലി വിളക്കിൽ എണ്ണ ഒഴിച്ചു കൊണ്ടിരിക്കുന്ന സുഗുണന്റെ ശ്രദ്ധയ്ക്ക് നിന്റെ ശ്രദ്ധ വിളക്കിൽ എണ്ണ ഒഴിക്കുന്നത് മാത്രമായിരിക്കണം. നിന്നെ കമ്മറ്റിക്കാര് ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലാത്ത പക്ഷം തീ ആളിക്കത്താനുള്ള സാധ്യതയുണ്ടെന്ന് അറിയിച്ചു കൊള്ളുന്നു. അയ്യോ ഇതോടോ ഞാൻ എന്റെ ആന ഇവിടെ കെട്ടിയത് മറന്നു. അത് എവിടെ ആനയോ? പേടിക്കണ്ട, ഇവിടെ എവിടെയെല്ലാം കാണാം. പുള്ളിക്കാരെ വലിയ നിസ്സാരക്കാരനാണ്. എടാ, ഈ ആനയൊക്കെ ഒറ്റയ്ക്ക് നിർത്തിട്ട് നീ ഇവിടെ കിടന്ന് കറങ്ങുവന്നോ? പോന്നിടത്തും വരുന്നിടത്തും പോക്കറ്റിലുണ്ട് നടക്കാൻ. അതെന്റെ പേഴയല്ല, അത് ആനയാണ്. അല്ല നീയേ ആനയെ കൊണ്ടുവന്നയാണോ അതോ ഉത്സവം കറങ്ങി നടന്ന് കാണാൻ വന്നയാണോ? ഞാൻ ഉത്സവം കറങ്ങി നടന്ന് കാണാൻ വന്നേ. ആഹാ, പിന്നെ ഉത്സവമൊക്കെ കണ്ടായിരുന്നു? കണ്ടു. ഫുഡൊക്കെ കഴിച്ചു. വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. തുപ്പോൾ തെറിപ്പിക്കാതെ അത്ര തെറിപ്പിക്കാം. അത്ര എവിടുന്ന? ഖത്തറിലാരാ? എന്നെ കല്യാണം വിളിക്കാം. അത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പാപ്പാനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഡേയ്, നിന്റെ ആനയ്ക്ക് വേറെ പാപ്പാനൊന്നും ഇല്ലയോടെ? അയ്യോ അല്ല, 2 പാപ്പാനുണ്ട്. സുനി, അവനിപ്പോ ഇല്ല, കോമേല. ഗോവേലല്ല, കോമേല്. അവൻ എന്തോ പറ്റി? അതൊരു വലിയ കഥയാണേ. ഇവനാണെങ്കിൽ നമ്മുടെ ബമ്പർജിരി അറിയോ? അതിന്റെ വലിയൊരു ആരാധകന. ആനയുടെ കീഴിയിരുന്ന ഫുള്ള് പ്രോഗ്രാം കാണുന്നത്. ഒരു ദിവസം ഏതോ ഒരു കൗണ്ടർ കിട്ടി. ഇവനാണെങ്കിൽ ചിരിച്ച് മഞ്ജു ചേച്ചി നസീർക്കാണ് തോളിലടിക്കുന്ന പോലെ ആനയുടെ ചെകളൊക്കെ ഒറ്റയടി. എന്നിട്ട് നസീർക്ക ക്ഷമിച്ചതുപോലെ ആന ക്ഷമിക്കുവോ? അതില്ല. അവൻ 2ാം പാപ്പാനാന്നേ. ആനയ്ക്ക് അതങ്ങ് ഈഗോ ആയിപ്പോയി. ഈഗോ കയറി ആന ബസറടിക്കുന്ന പോലെ എന്റെ പെടലി അങ്ങോട്ട് തിരിച്ച് 3 ഞെക്ക് കിട്ടിയെങ്കിൽ ബമ്പർ അടിച്ച് കാണും. ഇല്ല, കാലേ വാരി നിലത്തടിച്ച്. അത്രയ്ക്ക് ഡേഞ്ചറസ് ആണോ തന്റെ ആന? അല്ല, പിന്നെ ഞാൻ പറഞ്ഞ പോലെ കേൾക്കുന്ന പുള്ളിയല്ലയോ? ആനേ, ഒരു ദിവസം എന്റെ മാമൻ ഈ ആനയും കൊണ്ടൊരു പൂരത്തിന് പോകും. അതാ നോക്കടാ, അവിടെ ആണെങ്കിൽ വൻ ജനക്കൂട്ടം. ഈ ആനയെ കണ്ടപ്പോ മാമനാണെങ്കിൽ ആനപ്പുറത്ത് ഇന്ന് വീഗാലാൻഡിലെ മറ്റേ സ്ലൈഡ് ഇല്ലയോ, അതിൽ നിരങ്ങി അമരേഷ്പുരി നിക്കണ പോലെ ഞെളിഞ്ഞൊരു നിപ്പ്. എന്താണെന്ന് അറിയത്തില്ലടാ. ഇത് കണ്ടുടനെ ആൾക്കാരങ്ങ് ഇളകി. ആ സമയത്ത് മാമൻ ആനയോട്, ഇനി ഒന്നും നോക്കണ്ട, എന്നെ ഒറ്റയടിക്കാൻ കൊന്നേക്കാൻ. എടാ, ഏതെങ്കിലും പാപ്പ സ്വന്തം ആനയോട് എന്നെ അങ്ങ് അടിച്ച് കൊല്ലടാ എന്ന് പറയൂ. അമ്മാതിരി നിപ്പല്ലേ അങ്ങനെ വന്ന് നിന്നെ? മനസ്സിലായില്ല. നേരത്തെ ആനപ്പുറം നിരങ്ങി വന്ന് ഇറങ്ങിയപ്പോഴേ എന്റെ മാമന്റെ വിടുത്തോളി ആനയുടെ വട്ടക്കയറിലങ്ങ് കുരുങ്ങി. 10,000 പേരുടെ അടികൊണ്ട് ചാവുന്നതിനെക്കാട്ടി നല്ലല്ലേ ഒറ്റയടി അങ്ങ് തീരുന്നത്. അത് സത്യം. അത് പിന്നെ ഇനി വന്നേ. എന്തോ? എനിക്കൊരു സംശയം. നമ്മൾ ഈ ആനപ്പിണ്ടത്തെ അറിയാതെ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാ ഈ മുടി കളിക്കുന്ന പറഞ്ഞ ഉള്ളയാണോ? ആനപ്പിണ്ടത്തിൽ ചവിട്ടിയാ മുടി കളിക്കായിരുന്നെങ്കിൽ എന്നെ മുടി നീ പഞ്ചായത്തിൽ കിടന്നേ. ഒരു മിനിറ്റ്. ഞാൻ എവിടെ കിട്ടിയെന്നൊരു പിടുത്തമില്ലല്ലേ. ഹലോ. അയ്യോ, ശരി. എന്തുവാ? എടാ, നീ മറന്നു വെച്ചൊരു ആനയില്ലേ, അത് നാട്ടിലിറങ്ങി പ്രശ്നം ഉണ്ടാക്കി. ഞാനില്ല, എന്തോ ചെയ്യാനാ? നീ ഒന്നും ചെയ്യണ്ട. എലിഫന്റ് സ്ക്വാഡ് മറ്റേ സിഗ്നൽ നോക്കി വെടിവെക്കാനുള്ള ഏർപ്പാട് തീരുമാനം എടുത്തിട്ടുണ്ട്. സിഗ്നൽ നോക്കി വെടിവെക്കല്ലേ? എന്നാ കാര്യത്തില